ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈല ലേണിംഗ്. ഇറ്റ്സ് മീ അനസ് അബ്ദുൽ നിസാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം. യെസ്, നമ്മൾ സ്ട്രക്ചേർഡ് കൊറി ലാംഗ്വേജിലെ പ്രോഗ്രാംസ് എങ്ങനെ റൈറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. എങ്ങനെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, നമുക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആണ് അല്ലേ? കാരണം സ്ട്രക്ചേർഡ് കൊറി ലാംഗ്വേജ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഡേറ്റ ടൈപ്സ്, അതിന്റെ കോമ്പോണൻസുകൾ, നമുക്ക് ഈ DDL കമാൻഡ്സ്, DML കമാൻഡ്സുകൾ, DCL കമാൻഡ്സ്, അങ്ങനെ നിങ്ങൾ ഈ പറഞ്ഞുള്ള കമാൻഡ്സുകളെല്ലാം പഠിച്ചിട്ടുണ്ട്. ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്, ഇൻസെർട്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്, പിന്നെ സെലക്ടിങ്ങിന്റെ കൊറീസ് പഠിച്ചിട്ടുണ്ട്, പിന്നെ മോഡിഫൈ ഓൾട്ടർ കമാൻഡ്സുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ ലാബ് എക്സാമിന് ആയിക്കോട്ടെ, തിയറി എക്സാമിന് ആയിക്കോട്ടെ, പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മുടെ SQL കൊറി റൈറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്: ക്രിയേറ്റ് എ ടേബിൾ സ്റ്റുഡന്റ് വിത്ത് ഫോളോയിങ് ഫീൽഡ്സ് ആൻഡ് ഇൻസെർട്ട് അറ്റ്ലീസ്റ്റ് 5 റെക്കോർഡ്സ്. മക്കളെ 5 റെക്കോർഡ്സ് എങ്കിലും ഇൻസെർട്ട് ചെയ്യുക അല്ലെ. നമുക്ക് ആദ്യമായിട്ട് ഇതൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക അല്ലെ. അപ്പൊ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാല് സിന്റാക്സ് നമ്മൾ ക്രിയേറ്റ്, നമ്മൾ പഠിച്ചാണ് ക്രിയേറ്റ് ടേബിൾ നെയിം എന്താ മക്കളെ? സ്റ്റുഡന്റ് എന്നാണ് അല്ലെ. ഇവിടെ പറയുന്നുണ്ട് സ്റ്റുഡന്റ് എന്ന് പറയുന്നുണ്ട് അല്ലെ. സ്റ്റുഡന്റ് ഇവിടെ പറയുന്നുണ്ട് അല്ലെ. യെസ്. നെക്സ്റ്റ് ഫസ്റ്റ് കോളം നെയിം എന്താണ്? റോൾ നമ്പർ അല്ലെ. റോൾ നമ്പർ. ഡേറ്റ ടൈപ്പ് ഇന്റ് ആണ്, ഇന്റിജർന്നോ ഇന്റ് റൈറ്റ് ചെയ്യാം. നെക്സ്റ്റ് കൺസ്ട്രെയിന്റ് പ്രൈമറി കീ കൊടുത്തു. ഓക്കെ. നെക്സ്റ്റ് അടുത്ത കോളം എന്താ മക്കളെ? അടുത്ത ഫീൽഡ് എന്താണ്? നെയിം ആണ്. വാർകാർ ഓഫ് 25 അല്ലെ. നെക്സ്റ്റ് ബാച്ച്, വാർകാർ ഓഫ് 50. നെക്സ്റ്റ് മാർക്ക് 1 ഇന്റ്, മാർക്ക് 2 ഇന്റ്, മാർക്ക് 3 ഇന്റ്, ദെൻ ടോട്ടൽ ഇന്റ് അല്ലെ. യെസ്. ഓക്കെ. അപ്പൊ ടോട്ടൽ ഇന്റ് എന്ന് പറയുന്നുണ്ട് അല്ലെ. യെസ്. ഓക്കെ. അപ്പൊ ഇവിടെ വെക്കാം. അപ്പൊ നമ്മളിവിടെ ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇൻസെർട്ട് ചെയ്യണം ഫീൽഡുകൾ അല്ലെ. അപ്പൊ ഇൻസെർട്ട് ചെയ്യാനുള്ള കമാൻഡ് ഇവിടെ നോക്കാം. ഞാനിപ്പോ രണ്ട് ഫീൽഡ് ഒരു ഫീൽഡ് ഞാനിപ്പോ ഇൻസെർട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പൊ ഇവിടെ വെക്കാം. ഇൻസെർട്ട് ചെയ്യാനുള്ള ഒരു കൊറിയാണ് ഇവിടെ വെക്കാം. ഇൻസെർട്ട് ഇൻറ്റു ടേബിൾ നെയിം എന്ന് നമുക്കുള്ള സ്റ്റുഡന്റ് അല്ലെ. സ്റ്റുഡന്റ് സ്പേസ് വാല്യൂസ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓക്കെ. ഫസ്റ്റ് റോൾ നമ്പർ എന്താ മക്കളെ? 1101 എന്ന് കൊടുത്തു. നെയിം സാർ എന്ന് കൊടുത്തു. ഞാനിപ്പം നെയിം അനിൽ എന്ന് കൊടുത്തു, സിംഗിൾ കോഡ്സ് അല്ലെ. ബാച്ച് സയൻസ് എന്ന് കൊടുത്തു. ദെൻ മാർക്ക് 1 25, മാർക്ക് 2 32, മാർക്ക് 3 50. ഇവിടെ പറയുന്നുണ്ട് നമുക്ക് ഒരു 5 റെക്കോർഡ്സ് വരെ ഇൻസെർട്ട് ചെയ്യാം. അപ്പൊ ഒരു റെക്കോർഡ് ഇൻസെർട്ട് ചെയ്യുന്നുള്ള നമുക്ക് 5 റെക്കോർഡ്സ് വരെ ഇൻസെർട്ട് ചെയ്യാം. എന്നിട്ടാണെങ്കിൽ ഈ പറഞ്ഞ ടോട്ടൽ കോളം മാത്രം ഇൻസെർട്ട് ചെയ്യേണ്ട. അവിടെ എന്താണ് എന്ത് കൊടുക്കുക? ടോട്ടൽ കോളം ഇൻസെർട്ട് ചെയ്യുന്നതിന് പകരം എന്ത് കൊടുക്കുക? നമുക്ക് നൾ വാല്യൂ കൊടുക്കുക അല്ലെ. യെസ്, നൾ വാല്യൂ കൊടുത്തു. കാരണം ടോട്ടൽ നമ്മൾ ഇനി കണ്ടുപിടിക്കുകയാണ് കേട്ടോ. കാരണം നമ്മൾ ഇവിടെ ടോട്ടൽ നമുക്ക് അറിയത്തില്ലല്ലോ. ഇപ്പൊ 25, 32, 50 ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ടോട്ടൽ അവിടെ കാണും. നിങ്ങൾ കൂട്ടിയിടേണ്ട കാര്യമില്ല. കൊറി റൈറ്റ് ചെയ്യുമ്പോൾ കോട്ടി എഴുതിക്കോളും കേട്ടോ. അതുകൊണ്ട് ടോട്ടൽ കോളം എന്താ മക്കളെ? നള്ളാക്കി ഇട്ടു. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യന് ഇങ്ങനെ പറയുകയാണ് എക്സെപ്റ്റ് ദ കോളം. നമുക്ക് ഇൻസെർട്ട് ചെയ്യുമ്പോൾ എക്സെപ്റ്റ് ദ കോളം, ഒരു കോളം മാത്രം നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ, അതായത് ഇൻസെർട്ട് ചെയ്യേണ്ടെന്ന് പറയുകയാണെങ്കിൽ അവിടെ എന്ത് കൊടുക്കണം? നൾ വാല്യൂ കൊടുക്കാം. ക്ലിയർ? അതേപോലെ അടുത്ത കോളം ഇപ്പൊ ഇൻസെർട്ട് ഇൻറ്റു സ്റ്റുഡന്റ് വാല്യൂസ് ഞാൻ 1102 ബിനിൽ എന്ന് കൊടുത്തു. കൊമേഴ്സ് 25 50, ദെൻ 75 എന്നൊരു മാർക്ക് കൊടുത്ത് കോമ നൾ വാല്യൂ കൊടുത്തു കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് റെക്കോർഡ്സ് അവിടെ കൊടുക്കാൻ പറ്റും. കുഴപ്പമില്ലല്ലോ. നെക്സ്റ്റ് നമുക്ക് ഇനി സബ് ക്വറീസിലോട്ട് പോവാം. അതിന്റെ ക്വറീസ് ആണ് ഇവിടെ വെക്കാം. ഇതിനെ ഈ ഒരു ടേബിളിനെ ബേസിലുള്ള ക്വറീസ് ആണ് പറയുന്നത്. ഇങ്ങനെ തന്നെ ആയിരിക്കും ലാബ് എക്സാമിനും വരുന്നത് കേട്ടോ. കൺഫ്യൂഷൻ അടിക്കല്. ലാബ് എക്സാമിനും ഇങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത്. ക്ലിയർ? ഇവിടെ വെക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അപ്ഡേറ്റ് ദ കോളം ടോട്ടൽ വിത്ത് ദ സം ഓഫ് മാർക്ക് 1, മാർക്ക് 2 ആൻഡ് മാർക്ക് 3. മക്കൾ എന്തുവാ? കോളം ടോട്ടലിനെ ആണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുക? നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള എന്താണ് ടോട്ടലിന്റെ വാല്യൂ എന്തായിരിക്കണം? മാർക്ക് 1ന്റെ, മാർക്ക് 2ന്റെ, മാർക്ക് 3ന്റെ സം ആയിരിക്കണം. ഇവിടെ വെക്കാം. എന്ത് ചെയ്യാം? അപ്ഡേറ്റ് സ്റ്റുഡന്റ്. ഓക്കെ. സെറ്റ് കോളം നെയിം എന്താ മക്കളെ? ടോട്ടൽ ഇസ് ഈക്വൽ ടു മാർക്ക് 1 പ്ലസ് മാർക്ക് 2 പ്ലസ് മാർക്ക് 3 എന്നാക്കി സെറ്റ് ചെയ്ത് വെക്കുക.
ഓക്കെ, അപ്ഡേറ്റ് കമാൻഡ് ആണ് ഇത്. അപ്ഡേറ്റ് കമാൻഡ് മിക്കവാറും പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. നെക്സ്റ്റ് എടുത്ത് നോക്കാം, ലിസ്റ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ കൊമേഴ്സ് ബാച്ച്. അവിടെ വേർ ക്ലോസ് യൂസ് ചെയ്യാലോ. അപ്പൊ നോക്കാം, സെലക്ട്. ഇപ്പൊ എല്ലാ ഡീറ്റെയിൽസും ലിസ്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞപ്പോൾ ഉണ്ട്, സ്പെസിഫൈഡ് കോളം പറഞ്ഞപ്പോൾ അപ്പൊ എന്താണ് സ്റ്റാർ കൊടുക്കുക അല്ലെ. അപ്പൊ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് വേർ ബാച്ച് ഇസ് ഇക്വൽ ടു കൊമേഴ്സ് അല്ലെ. ബാച്ച് ഇസ് ഇക്വൽ ടു കൊമേഴ്സ്. യെസ്, ബാച്ചിന്റെ കോളം ഇതല്ലേ, ബാച്ചിന്റെ കോളം. അപ്പൊ കോളത്തിന്റെ പേര് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. കോളത്തിന്റെ പേര് കറക്റ്റ് ആയിരിക്കണം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിളിന്റെ കോളം എന്താണോ ആ പേര് തന്നെ കൊടുക്കാള്. അപ്പറും ലോവറും ഉണ്ട് കേട്ടോ. അവിടെ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും ഉണ്ട്. ഇവിടെ സ്മോൾ ലെറ്റർ ബാച്ച് ആണെങ്കിൽ അവിടെ സ്മോൾ ലെറ്റർ ബാച്ച് തന്നെ കൊടുക്കുക, അപ്പർ കേസ് കൊടുക്കില്ല. അവിടെ കേസ് സെൻസിറ്റീവ് ആണ് കേട്ടോ, വേറെ ഒന്നും കേസ് സെൻസിറ്റീവ് അല്ല. പക്ഷേ ഈ പറഞ്ഞ കോളത്തിന്റെ പേര്, ഫീൽഡുകളുടെ പേരെന്താണ്, കേസ് സെൻസിറ്റീവ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഡിസ്പ്ലേ ദ നെയിം ആൻഡ് ടോട്ടൽ മാർക്സ് ഓഫ് സ്റ്റുഡൻസ് ഹു ആർ ഫെയിൽഡ്. മക്കളെ എന്താണ് നെയിമും ടോട്ടൽ മാർക്സ് എന്നാണ് ഡിസ്പ്ലേ ചെയ്യുക. അതെന്താ നമുക്ക് കണ്ടീഷൻ, ടോട്ടൽ എന്താണ് ലെസ് ദാൻ 90 ആയിരിക്കണം അല്ലെ. കൂടെ വെക്കാം, സെലക്ട് നെയിം ടോട്ടൽ ഫ്രം സ്റ്റുഡന്റ് വെയർ ടോട്ടൽ ലെസ് ദാൻ 90. ഹു ആർ ഫെയിൽഡ് എന്ന് പറഞ്ഞപ്പോൾ ഹു ആർ ഫെയിൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫെയിൽഡ് ആയ ആരൊക്കെ നമുക്ക് അറിയാൻ പറ്റുമോ, കണ്ടീഷൻ അറിയത്തില്ല. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞപ്പോൾ ഉണ്ട്, ടോട്ടൽ ലെസ് ദാൻ 90 ആണെങ്കിൽ അവിടെ ഫെയിൽ ആയിട്ടുണ്ട് അല്ലെ. അത് പ്രത്യേകം ഇവിടെ പറഞ്ഞപ്പോൾ. യെസ്, നെക്സ്റ്റ് എടുക്കുക, ഡിസ്പ്ലേ ദ നെയിം ഓഫ് സ്റ്റുഡൻസ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ ആൻഡ് ഇൻ ബാച്ച് ബേസ്ഡ്. ബാച്ച് ബേസ്ഡും ആൽഫബറ്റിക്കൽ ഓർഡറിലും ആണെങ്കിൽ ഇതിനെ എന്താണ് ഓർഡർ ചെയ്യുക. നമുക്ക് നോക്കാം, സെലക്ട് നെയിം ബാച്ച് ഫ്രം സ്റ്റുഡന്റ് ഓർഡർ ബൈ നെയിം കോമ ബാച്ച്. ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ. അപ്പൊ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ എവിടെ ചോദിക്കുന്നത്, നമ്മുടെ ഫൈനൽ എക്സാമിനായിക്കോട്ടെ പബ്ലിക് എക്സാമിനായിക്കോട്ടെ ക്വസ്റ്റ്യൻസ്, നമ്മുടെ ഈ സ്ട്രക്ചേർഡ് കുറേ ലാംഗ്വേജ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വരും. സോ എന്ത് ചെയ്യുക, ഇങ്ങനെ തന്നെ ബെസ്റ്റ് ആയിട്ട് പഠിക്കുക. അപ്പൊ ഓക്കെ അല്ലേ മക്കളെ, എല്ലാവരും സെറ്റ് അല്ലടാ. യെസ്, അപ്പൊ കൂടുതൽ വീഡിയോസിനും നമ്മുടെ ഈ ലൈവ് ഇൻഫർമേഷൻ എന്ത് ചെയ്യുക, നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, ഇതുപോലെ യൂസ്ഫുൾ വീഡിയോസും കാര്യങ്ങളും നമ്മുടെ ക്രിസ്മസ് എക്സാം വരികയാണ്, സെക്കൻഡ് ടൈം എക്സാം വരികയാണ്. ലൈവുകളൊക്കെ എക്സ്പെക്ട് ചെയ്യണം, കാരണം നമ്മൾ ഓരോ ലൈവുകൾ നടന്നു 10 days ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ്. സോ എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് തന്നെ പഠിക്കുക. നമുക്ക് സെറ്റ് ആയിട്ട് തന്നെ മാർക്ക് വേണ്ടേ മക്കളെ. യെസ്, മാർക്ക് വേണം. അപ്പൊ എല്ലാവരും സെറ്റ് ആയിട്ട് തന്നെ കൂടെ തന്നെ പഠിക്കുക. അപ്പൊ നമുക്ക് സെറ്റ് ആയിട്ട് തന്നെ പഠിക്കാം. ബൈ, സീ യു.